തോൽവി എന്നൊന്നും പറയാല്ല, ഒരു ഒന്നൊന്നര തോൽവി അട്ടാപ്പടലം മൂഞ്ചിട്ടുണ്ട്. ആദ്യം തന്നെ വിജയിച്ച യുഡിഎഫിന്റെ എല്ലാ നേതാക്കന്മാർക്കും ഇതിനുവേണ്ടി പണിയെടുത്ത സകല യുഡിഎഫിന്റെ അണികൾക്കും അഭിനന്ദനങ്ങൾ. എൽഡിഎഫിനെ സംബന്ധിച്ച് പറയാൻ ഒരു ന്യായീകരണത്തിന് നിൽക്കേണ്ട കാര്യമില്ല. കാരണം 10 വർഷത്തെ ഭരണം നന്നായിരുന്നു, റോഡ് ഉണ്ടായിക്കൊടുത്തു, ഒന്നും പറയണ്ട. കാരണം ജനം വിധി എഴുതി, നമ്മൾ തോറ്റു, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു ന്യായീകരണത്തിലേക്കും പോകണ്ട. കാരണം ജനത്തിന് തോന്നി 2 ടേമായിട്ട് ഇടതുപക്ഷം തന്നെയാണ്, അപ്പോ ഇപ്രാവശ്യം യുഡിഎഫ് വരണം. തീർച്ചയായിട്ടും ജനം തെരഞ്ഞെടുക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടാവും. അത് തിരുത്തുകയാണ് ഇനി ചെയ്യേണ്ടത്. കാരണം സ്പെഷ്യലി ധർമ്മടത്തൊക്കെ പിണറായി വിജയനൊക്കെ അവസാന റൗണ്ടിൽ ജയിക്കാന്ന് പറയുന്നത് 50,000 വോട്ടുണ്ടായിരുന്ന കേരളത്തിലെ ഏറ്റവും ഇങ്ങനെ ജയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുക. 35 സീറ്റിലൊക്കെ ഇടതുപക്ഷം ഒതുങ്ങാന്ന് പറയുമ്പോൾ അത് തോൽവി തന്നെയാണ്. അതിൽ ഒരു ന്യായീകരണങ്ങളില്ല. അതിൽ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി ഈ വർഗീയവാദികളായിട്ടുള്ള കുറെ എണ്ണത്തിനെ കൂടെ പിടിച്ചു. പിന്നെ ഇടതുപക്ഷത്തിലെ എൽഡിഎഫിലെ ചില നേതാക്കന്മാരുടെ അഹങ്കാരമാണ്. അതുപോലെ തന്നെ അവരുടെ സംസാരം, വായിൽ നിന്ന് വരുന്ന വിഷം, ഇതൊക്കെ തന്നെയാണ് തിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ഇനി പ്രതിപക്ഷത്തിരിക്കാൻ വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. എനിക്ക് പറയാനുള്ള എന്റെ അഭിപ്രായം ഈ ഒരു സമയത്തെങ്കിലും പറയണം തോന്നുന്നത് എന്താ വെച്ചാൽ, ബേപ്പൂര് എന്തായാലും അമ്പുക്ക കൊണ്ടുവന്ന എല്ലാ അമ്പുകളും അസ്ത്രങ്ങളൊക്കെ പോയി. അതുകൊണ്ട് തന്നെ അവിടെ റിയാസ് നന്നായിട്ട് ജയിച്ചു കയറി. എന്റെ അഭിപ്രായത്തിൽ ഇനി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വരികയാണെങ്കിൽ ഈ സീനിയോറിറ്റി ഉള്ള ഒരു 10, 60, 70, 80 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തൽക്കാലം റെസ്റ്റ് കൊടുത്ത് വീട്ടിലിരിക്കട്ടെ. അവിടെ ഇരുന്നോട്ട് എന്താ പ്രശ്നമുള്ളത്? പുതിയ യുവാക്കൾ വരട്ടെ. റിയാസിനെ പോലത്തെ കഴിവുള്ള മിടുക്കരായിട്ടുള്ള കുറെ ആളുകൾ വരട്ടെ. പ്രതിപക്ഷത്താണെങ്കിലും അങ്ങനെ വരട്ടെ. അതുപോലെ തന്നെ ടീം യുഡിഎഫ് ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഉള്ളതുപോലെ പറയലോ. ഒരിക്കലും നമ്മളൊന്നും സ്വപ്നം പോലും കണ്ടില്ല. ഏകദേശം ഇനിയിപ്പോ യുഡിഎഫ് ജയിക്കുകയാണെങ്കിൽ ഒരു 78-80 സീറ്റിലൊക്കെ ജയിക്കാണ്. അതൊരു വിജയമാണ്. അതിന് ആരൊക്കെയാണോ പ്രവർത്തിച്ചത്, സ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞു, നീയൊക്കെ എന്ത് സഖാവാടാ, ഓരോ കൂടെ എന്നിട്ട് വീഡിയോ ഒന്ന് വാഹിദിന്റെ കൂടെ. ഞാൻ വാഹിദിനോട് പറഞ്ഞ പൈസ, കൊടുക്കാമെന്ന് ഏറ്റ പൈസ, അല്ലെങ്കിൽ എന്നോട് കുറെ ആളുകൾ, കുറെ സഖാക്കന്മാർ കിടന്ന് കരയാണ്, പിന്നെ നീ അല്ലാതെ ഓരോ കൂടെ വീഡിയോ. എനിക്ക് അങ്ങനൊന്നുമില്ല. കാരണം എന്റെ സൗഹൃദത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയമില്ല. വാഹിദിന്റെ പൈസ റെഡിയാണ്. ഞാൻ വാഹിദിന് കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഇന്ന് വൈകുന്നേരം കൈമാറുക തന്നെ ചെയ്യും. അപ്പൊ സൗഹൃദം വിട്ടുള്ള ഒരു രാഷ്ട്രീയ. പിന്നെ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ചീത്ത വിളിക്കുന്നവരോട്, ട്രോളുന്നവരോടൊന്നും ഒന്നും പറയാനില്ല. കാരണം ഇത് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യണം. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. കാരണം നമ്മളായിരുന്നാലും എന്തൊക്കെ തന്നെ ചെയ്യുള്ളൂ. പക്ഷെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ എന്റെ എന്ത് വേണം ചെയ്തോളൂ. ഏത് വീഡിയോ വെച്ച് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയൊക്കെ കോലം കെട്ടി എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ വികൃതമാക്കുന്ന എന്തും ചെയ്തോളൂ. പ്ലീസ്, അപേക്ഷ മാത്രമാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലിരിക്കുന്ന ഒരു വാപ്പ, ഉമ്മ അല്ലെങ്കിൽ കുടുംബം, ഇവരൊന്നും ഇതിലേക്ക് വലിച്ചേക്കേണ്ട കാര്യമില്ല. അപേക്ഷ മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ സെൻസോടെ ആലോചിക്കാന്ന് വിചാരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം, എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്. അപ്പോ ഞാൻ മരിക്കുന്ന കാലം വരെ അത് എത്രയൊക്കെ ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടാലും ഈ ചെങ്കൊടിക്ക് കീഴിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ തുടരട്ടെ. വീണ്ടും പറയുന്നു, യുഡിഎഫിന് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സൈബർ ലോകത്തിന് വേണ്ടി പണിയെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോ നിങ്ങളുടെ ദിവസമാണ്, ആഘോഷിക്കും. അപ്പൊ ഒരിക്കൽ കൂടി ഇടതുപക്ഷക്കാരോടാണ്, ഇങ്ങനത്തെ ഒരു തോൽവിയിൽ പാർട്ടി ഇല്ലാതായി പോകേണ്ടതെന്നല്ല, പക്ഷെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക തന്നെ ചെയ്യണം. അതിനിപ്പോ പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ ചെയ്യണം. അപ്പോ ലാൽ സലാം.